അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു കോടതിയിൽ ഹാജരാകുകയാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. രാഹുൽ ഗാന്ധി ഇന്ന് ഏതായാലും കോടതിയിൽ ഹാജരാകുമെന്ന് ഉറപ്പാണ്. രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളത്തെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സംഭവമാണ്. അന്ന് കോൺഗ്രസ് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി ആരോപണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെയാണ് 40% കമ്മീഷൻ സർക്കാർ എന്ന പരസ്യം കോൺഗ്രസ് പ്രാദേശിക പത്രങ്ങളിലൊക്കെ തന്നെ നൽകുന്നത്. അതിനെതിരെയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കാരണം കർണാടകയിലെ കോൺട്രാക്ടർ അസോസിയേഷനാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നെന്ന് BJP പറയുന്നു. അപ്പോൾ തെളിവുകളില്ലാതെയാണ് ഇത്തരം ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ആണ് BJP പിന്നീട് കേസുമായി മാനനഷ്ട കേസ് അടക്കം ഫയൽ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. ഈ കേസിലെ 4ാം പ്രതിയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ ജൂൺ 1-ാം തീയതി ഈ കേസിൽ സിദ്ധരാമയ്യ, ഒപ്പം തന്നെ DK ശിവകുമാർ തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇന്ന് ബംഗളൂരുവിൽ എത്തുന്നത്. ഏതായാലും ബംഗളൂരുവിൽ കോടതിയിൽ ഹാജരായ ശേഷം പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട വിജയിച്ച MP-മാർ അടക്കമുള്ളവരുമായി രാഹുൽ ഗാന്ധി ഏതായാലും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.